വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ കാണാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ ആണ്. ഇതിന്റെ കോട്ടിങ് സാധാരണ ഉള്ള കോട്ടിങ് പോലെയല്ല, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കോട്ടിങ് ആണ്. എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇത് കാണിച്ചിരിക്കുന്നത്. വീട്ടിലുള്ള സാധാ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ല. സൂപ്പർ മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് ഈ റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കുക. ഫസ്റ്റ് ഒരു ബൗൾ എടുത്ത് അതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. റെഡ് ചില്ലി സോസ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ലൈറ്റ് സോയാ സോസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ലൈറ്റ് സോയാ സോസ് ഇല്ലാത്തവർക്ക് ഡാർക്ക് സോയാ സോസ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷെ ലൈറ്റ് സോയാ സോസ് ആണെങ്കിൽ ചിക്കനിന് ഒരു ലൈറ്റ് കളർ തന്നെ കിട്ടിക്കോളും. ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. ഇവിടെ 1 കിലോ ചിക്കനാണ് എല്ലോട് കൂടിയുള്ളത് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി മിക്സ് ചെയ്ത് വെച്ച മസാലയിലോട്ട് ഈ ചിക്കൻ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 ഇൻഗ്രീഡിയന്റും കൂടെ ചേർക്കണമായിരുന്നു, ഞാൻ വിട്ടുപോയതാണ്. ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുകൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കുക. മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ ചിക്കൻ എത്ര എടുക്കുന്നുണ്ടോ അതനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുത്തോളൂ കേട്ടോ. അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു ബോക്സിലാക്കി ഒരു 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. 6 മണിക്കൂറിന് ശേഷം പുറത്തോട്ട് എടുത്തിരിക്കുന്നതാണിത്. ഇതിനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചിട്ടാണ് ഈ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്നത്. വേവിക്കാനായിട്ട് ഒരു പാൻ എടുത്ത് അതിലോട്ട് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് അടുപ്പിലോട്ട് വെച്ച് മൂടി വെച്ച് ഒരു 5 മിനിറ്റോളം വേവിക്കുക. അപ്പോൾ ഇതിനകത്ത് ഒന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളം വറ്റിക്കാനായിട്ട് മൂടി തുറന്ന് വെച്ച് വീണ്ടും ഒരു 5 മിനിറ്റോ 8 മിനിറ്റോ കൂടി അടുപ്പിൽ വെച്ച് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. അതൊക്കെ നിങ്ങൾ അതിൻ്റെതായ രീതിയിൽ ചെയ്തോളുക. ഇറച്ചി വെന്തതിന് ശേഷം ഈ വെള്ളം നമ്മൾ മൂടി തുറന്നു വെച്ച് ഹൈ ഫ്ലെയിമിലിട്ടാണ് വറ്റിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെ നിൽക്കുക, ഇടയ്ക്കൊന്ന് അടി പിടിക്കാതെ ഇളക്കി കൊടുക്കുക. ഉടഞ്ഞു പോകാൻ പാടില്ല. അങ്ങനെ വേവിച്ച് വെള്ളമൊക്കെ വറ്റി വന്നിരിക്കുന്ന ചിക്കനാണിത്. ഈ പരുവത്തിലാണ് ഇത് കിട്ടേണ്ടത്. ഇനി നമുക്കിതിന്റെ കോട്ടിങ് റെഡിയാക്കാനായിട്ടുള്ളതൊക്കെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ഇവിടെ 2 മുട്ട എടുത്ത് നല്ലതുപോലെ ഞാൻ ബീറ്റ് ചെയ്ത് വെക്കുവാണ്. ആദ്യം അത് ഉണ്ടാക്കി സൈഡിൽ മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ആ വേവിച്ച ചിക്കനിൽ നിന്ന് ഒരു 8 പീസോളം എടുത്ത് ഞാൻ ഒരു ബൗളിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ആദ്യം അത്രയും നമുക്ക് പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി ആ ചിക്കനിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 3 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുക്കുവാണ്. ഏകദേശം ഞാനൊരു 8 പീസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ഒരു 1/2 കിലോ ചിക്കൻ ഉണ്ട്. ഇപ്പൊ ഈ വേവിച്ച പീസ് ഒരു 1/2 കിലോ ഉണ്ട്. അതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന മെഷർമെന്റ് ആണ് ഞാൻ ഈ പറയുന്നത്. മൈദ 3 ടേബിൾ സ്പൂൺ, കോൺഫ്ലോർ 3 ടേബിൾ സ്പൂൺ. അതിനുശേഷം അതിലോട്ട് ഒരു മുട്ട ബീറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ഇട്ട് നല്ലതുപോലെ കൈകൊണ്ട് ഈ മൈദയും കോൺഫ്ലോറും മുട്ടയും കൂടി ഈ ചിക്കനിലൊന്ന് പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ആദ്യം തന്നെ മുട്ടയിലോട്ട് ഈ മൈദയും കോൺഫ്ലോറും മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തിട്ട് ചിക്കൻ അതിലോട്ടിട്ട് ഇളക്കിയാലും മതി. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ എടുത്ത് സൈഡിൽ മാറ്റി വെക്കുക. ചിക്കൻ ഇനി KFC സ്റ്റൈലിൽ ആ ലുക്കിലൊക്കെ കിട്ടാനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കോൺഫ്ലേക്സ് ആണ്. കോൺഫ്ലേക്സ് കൈകൊണ്ട് നല്ലതുപോലെ ക്രഷ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണിത്. അതിലും കൂടി നല്ലതുപോലെ പൊതിഞ്ഞ് ഈ ചിക്കൻ എടുത്ത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇത് മിക്സിയിലിട്ട് ഈ കോൺഫ്ലേക്സ് പൊടിക്കരുത്. കെല്ലോഗ്സിന്റെ ഒറിജിനൽ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ടൈപ്പാണ് ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേറെ ഫ്ലേവറിലുള്ളതൊന്നുമല്ല, ആ പ്ലെയിൻ ആയിട്ടുള്ള കോൺഫ്ലേക്സ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇത്
ഇത് നല്ലതുപോലെ കോട്ട് ചെയ്ത് കൈകൊണ്ട് നല്ലപോലെ പ്രസ് ചെയ്ത് ഇതിൽ പിടിപ്പിക്കുക. കോൺഫ്ലേക്സ് ചൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ആയിരിക്കും ഇത് പൊരിച്ചു കഴിയുമ്പോൾ. ഇനി ഇത് നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഇവിടെ സൺഫ്ലവർ ഓയിൽ നല്ലതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇങ്ങനെ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്ന് നല്ലതുപോലെ ചൂടാവുമ്പോൾ ഓരോന്നായിട്ടിട്ട് പൊരിച്ചെടുക്കാം. ഇങ്ങനെ വെന്ത ചിക്കൻ ആയതുകൊണ്ട് കോൺഫ്ലേക്സ് ഇട്ട് പെട്ടെന്ന് പൊരിച്ചു കോരി എടുക്കാൻ പറ്റും. വേവിക്കാത്ത ചിക്കൻ ആണെങ്കിൽ കോൺഫ്ലേക്സ് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചിക്കൻ വേകാതെ ആകുകയും ചെയ്യും. കോൺഫ്ലേക്സ് കോട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കോരി എടുക്കണം. മറിച്ചും തിരിച്ചുവിട്ട് ആ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ തന്നെ നമ്മളിത് കോരിയെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ ആണിത്. ഇതിൽ മാരിനേറ്റ് ചെയ്ത് അത്രയും സമയം വെച്ചതുകൊണ്ട് തന്നെ ചിക്കനിലോട്ടൊക്കെ മസാലയുടെ ഫ്ലേവറൊക്കെ നല്ലതുപോലെ കയറിയിട്ടും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഉള്ളിലോട്ട് വരെയും ആ ഒരു ചിക്കൻ്റെ നല്ല ഒരു ടേസ്റ്റ് മസാലയുടെ ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ 2 സൈഡും ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് നമ്മൾ പൊരിച്ചു കോരി എടുക്കുവാണ്. നല്ല കളറും നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ചൂടോടുകൂടി തന്നെ നിങ്ങൾ കഴിക്കുക സോസിന്റെ ഒപ്പം. ഇതായിപ്പം നിങ്ങളെ കാണിച്ചു തരാം ഇതിന്റെ കളറും അതിന്റെ ആ കോട്ടിങ്ങിന്റെ ലുക്കും എല്ലാം. അപ്പോൾ ഇതൊന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഇതേപോലെയുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ഗുഡ് ബൈ.